നിങ്ങൾ ഈ കാണുന്നത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇത് യാഥാർത്ഥ്യമാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിലെ അലഫ് എയറോനോട്ടിക്സ് അടുത്തിടെ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് eVTOL വിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങളാണ് ഈ പറക്കും കാറുകളും. നമ്മുടെ ഇന്ത്യയിലും ഇത്തരം eVTOL വാഹനങ്ങളുടെ ഗവേഷണങ്ങളും നിർമ്മാണങ്ങളും തകൃതിയായി നടക്കുന്നു. ഇതേക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അതൊന്ന് കണ്ടു നോക്കൂ. ഇക്കാര്യത്തിൽ ഇന്ത്യയും ഒട്ടും മോശമല്ല എന്ന് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇനി അമേരിക്കയുടെ കാര്യം പറഞ്ഞാൽ അവർ ഇപ്പോൾ തന്നെ ഫ്ലോറിഡയിലെ ഒർലാൻഡോ നഗരത്തിൽ പറക്കും കാറുകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന തിരക്കിലാണ്. ആലഫ് എയറോനോട്ടിക്സിന്റെ സിഇഒ ഡുക്കോവ്നി പറയുന്നത് ഇതിനോടകം തന്നെ 3300ഓളം ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കുള്ള ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞു എന്നാണ്. 12 മാസത്തിനുള്ളിൽ വ്യാവസായികമായി ഉൽപാദനം ആരംഭിക്കുമെന്നും ഏകദേശം $3 ലക്ഷം അതായത് 2,62,00,000 ഇന്ത്യൻ രൂപയായിരിക്കും ഇതിന്റെ പ്രാരംഭ വില എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ലക്ഷറി പെട്രോൾ കാറിന്റെ വില മാത്രം. ഈ പറക്കും കാറിന് 110 കിലോമീറ്റർ വായുവിലൂടെ ഒറ്റ ചാർജിൽ പറക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ ആദ്യ മോഡലായ ഈ കാറിന് കഷ്ടി 2 ആൾക്ക് മാത്രം യാത്ര ചെയ്യാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. ഇതൊരു പൂർണ്ണ ഇലക്ട്രിക് കാറാണ്. ഒരു മെഷ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന തരത്തിൽ പ്രൊപ്പല്ലർ സിസ്റ്റവും ഘടിപ്പിച്ചിരിക്കുന്നു. അതായത് ഹെലികോപ്റ്ററുകളുടെ മുകളിലെ ഫാൻ പോലെ. മെഷ് കൊണ്ട് മറച്ചിരിക്കുന്നതിനാൽ പുറത്തുനിന്ന് കാണുമ്പോൾ സാധാരണ കാറായി മാത്രമേ തോന്നുകയുള്ളൂ. നമ്മളീ കണ്ട പരീക്ഷണ പറക്കൽ സുരക്ഷയെ കരുതി തിരക്കില്ലാത്ത അടച്ചിട്ട പ്രദേശത്താണ് നടത്തിയത്. ഇത്തരം പറക്കും കാറുകൾക്ക് പ്രത്യേക റൺവേകളോ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് പോലെയുള്ള പ്രത്യേക ടെതറുകളുടെയോ ആവശ്യമില്ല. സാധാരണ റോഡിൽ നിന്ന് പറന്നു വരികയും ഇറങ്ങുകയും ചെയ്യാം. eVTOL വിഭാഗത്തിലെ എയർബോൺ ടാക്സികൾ പോലെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പറക്കുക മാത്രമല്ല, ഇവയ്ക്ക് സാധാരണ കാറുകൾ പോലെ റോഡിലൂടെ ഓടുന്നതിനുമുള്ള കഴിവുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റോഡിൽ ഒരു ഗതാഗതക്കുരുക്ക് കണ്ടാൽ ഒറ്റ പറക്കലിന് ബ്ലോക്കിന്റെ അപ്പുറത്ത് ചെന്നിറങ്ങി ഓടിച്ചു പോകാം. എന്താ സംഗതി അടിപൊളിയല്ലേ? 2035ഓടെ 4 പേർക്ക് പറക്കാൻ കഴിയുന്ന ഒരു സെഡാൻ മോഡൽ കാറും അലിഫ് മോഡൽ Z എന്ന പേരിൽ കമ്പനി പുറത്തിറക്കാൻ പദ്ധതിയിടുന്നു. ഈ മോഡലിന് ഒറ്റ ചാർജിൽ ഏകദേശം 320 കിലോമീറ്റർ പറക്കാനുള്ള ശേഷിയുണ്ടാകും. ഇനി ഫ്ലോറിഡയിലെ ഒർലാൻഡോ നഗരത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അവിടുത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തരത്തിലുള്ള eVTOL വാഹനങ്ങളുടെ വികസനത്തിനും പരീക്ഷണത്തിനുമായി പ്രത്യേകം തന്നെ ഒരു ഹബ്ബ് നിർമ്മിച്ചു വരുന്നു. അവിടെ ബ്രൈറ്റ് ലൈൻ എന്ന അതിവേഗ ട്രെയിൻ, സൺ റെയിൽ, ഫ്ലൈയിങ് കാർ എന്നിവയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം സംയോജിപ്പിച്ച് ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ് അവിടെ നിർമ്മിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള പദ്ധതികൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നതോ ഒർലാൻഡോ നഗരത്തിന്റെ മേയർ ബഡ്ഡി ഡയർ. ഇനി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇത്തരം വാഹനങ്ങൾ പല തരത്തിലുള്ള വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് വേണം മുന്നേറാൻ. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരക്കേറിയ റോഡുകളിൽ ഇത്തരം വാഹനങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനുള്ള വിപുലമായ ആസൂത്രണവും സഹകരണവും ആവശ്യമാണ്. കൂടാതെ പാർക്ക് ചെയ്യുന്നതിനും ചാർജ് ചെയ്യുന്നതിനുമുള്ള സൗകര്യങ്ങൾ, ഫ്ലൈറ്റ് കോറിഡോറുകൾ എന്നിവയും ഒരുക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ഉപരി വിവിധ രാജ്യങ്ങളുടെ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതിയും പൊതുജനങ്ങൾക്കുള്ള സുരക്ഷാ ആശങ്കകളെക്കുറിച്ചും അടിയന്തര സഹായത്തെക്കുറിച്ചുമൊക്കെയുള്ള അറിവ് നൽകുന്നതിനായുള്ള പദ്ധതികൾ എന്നിവ വിഭാവനം ചെയ്യേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ജനസംഖ്യ ഏറെയുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ടൗണുകളിൽ ഇത്തരം പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ ജനങ്ങളുടെ പൊതു അറിവിലേക്കായി ബൃഹത്തായ പരിശീലന ക്ലാസുകൾ തന്നെ വെക്കേണ്ടി വരും. ഇനി ഇപ്പോൾ പുതിയതായി വന്ന വാർത്ത ആലിഫ് എയറോനോട്ടിക്സിനെ കുറിച്ചാണ് എങ്കിലും നമുക്കെല്ലാം സുപരിചിതരായ വാഹന നിർമ്മാതാക്കളായ ഹുണ്ടായ്, ഹോണ്ട, BMW, പോർഷെ, ടൊയോട്ട എന്നീ വാഹന നിർമ്മാതാക്കളും ഇത്തരം പറക്കും കാറുകളായ eVTOLകളുടെ പിന്നാലെ തന്നെയുണ്ട്. അമേരിക്കയിലെ ആലിഫ് എയറോനോട്ടിക്സിന്റെ ഈ പദ്ധതി വിജയമായാൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ലോകത്തെല്ലായിടത്തും വ്യാപിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.